അക്ബറിനാണെങ്കിൽ ഇപ്പോൾ എല്ലാം കളിയാക്കി പാടുന്ന ഒരു സ്വഭാവമാണല്ലോ. പക്ഷെ അക്ബർ പാടുന്ന പാരഡിയും പാടുന്ന കേൾക്കാനൊക്കെ രസമുണ്ട്. പക്ഷെ ചില സമയത്ത് അത് ശരിക്കും ഓവറായി പോകുന്നുണ്ട്. അക്ബറിൻ്റെ ടീമിലല്ലാതെ വരുന്ന ബാക്കി ആർക്കെതിരെ എന്ത് സംഭവിച്ചാലും അക്ബർ ഇങ്ങനെ കളിയാക്കി പാടിക്കൊണ്ടേയിരിക്കും. രേണു അത് പറഞ്ഞാണ് അക്ബറിനെ ജയിൽ നോമിനേറ്റ് ചെയ്തതും. അക്ബർ കളിയാക്കി പാടുന്നത് ഇപ്പം അനുവിനെയും നൂറെ ആദിലയൊക്കെ കുറിച്ചാണ്. കാരണം നെവിൻ തിരിച്ചു വന്നല്ലോ. തിരിച്ചു വന്നപ്പോൾ അത് ആദിലയ്ക്കും നൂറയ്ക്കും അനുവിനൊക്കെ ഒരു ക്ഷീണമായി, അവരൊക്കെ ചമ്മി നാറി എന്ന തരത്തിലാണ് പാടുന്നത്. ഉടനെ തന്നെ നൂറ പറയുന്നുണ്ട്, ഞങ്ങൾ എന്തിനാ ഇവിടെ പ്ലിങ് ആവുന്നത്, നിങ്ങൾ പ്ലിങ് ആയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നൂറ പറയുന്നുണ്ട്, ഞങ്ങൾ എന്തിനാ പ്ലിങ് ആവുന്നത്, ഞങ്ങളല്ല ഇവിടുന്ന് പൊക്കോളാന്ന് വെല്ലുവിളിച്ചിട്ട് ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും നാണം കെടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് നൂറ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നൂറെ അതിലും കൂടെ സംസാരിക്കുമ്പോൾ ആതിര പറയുന്നുണ്ട്, അതിനെന്നാ നമ്മളിവിടെ തുണിയില്ലാതെയാണ് ഇരിക്കുന്നത് നാണം കെടാൻ വേണ്ടി എന്നൊക്കെ. നേരെ നൂറ ചോദിക്കുന്നുണ്ട്, നിനക്കത് അവിടെ വെച്ച് പറഞ്ഞുകൂടായിരുന്നു എന്ന്. അവള് പറയും, അങ്ങനെ നമുക്കത് കൊണ്ടു എന്നുള്ളത് അവരെ കാണിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് തന്നെയാണ് പറയാതിരുന്നേന്ന്. നൂറ പറയുന്നുണ്ട്, അവരുടെ വർത്താനം കേട്ടാൽ തോന്നൂല നമ്മൾ ഇവിടുന്ന് നാണം കെട്ട് ഇറങ്ങിപ്പോയെന്ന്. നമ്മളല്ലല്ലോ, എന്നിട്ട് നമ്മളെ വെറുതെ കളിയാക്കുന്നു, അതിൻ്റെ ആവശ്യം എന്താ എന്ന രീതിയിൽ. സത്യം പറഞ്ഞാൽ ശരിയാണ്, ഇവിടെ എന്ത് കാരണത്താലാണെങ്കിലും നെവിനാണ് ഇറങ്ങിപ്പോയി തിരികെ വന്നത്. അതിന് ഈ നൂറയൊന്നും കളിയാക്കേണ്ട യാതൊരു കാര്യം അവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല.